നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഓപ്പറേഷൻ തുഫാനിൽ 3 ഇടങ്ങളിൽ നിന്ന് പിടികൂടിയത് 44 ഗ്രാം MDMA. 3 പേർ പിടിയിൽ. ബദിയടുക്ക, കുമ്പള, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായാണ് വൻ രാസലഹരി ശേഖരവുമായി 3 പേരെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗമില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. കനത്ത മഴയിൽ കുമ്പളയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. കഞ്ചിക്കട്ടയിലെ സുരേഷിന്റെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. ആർക്കും പരിക്കില്ല. 7ാമത് കാസർഗോഡ് ജില്ലാ ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കേരള സർക്കാർ നടത്തുന്ന ലഹരിവിരുദ്ധ പദ്ധതി തൂഫാൻ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നാവശ്യം. കേരള യോഗി സർവീസ് സൊസൈറ്റി 26ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ വനിതാ വിംഗ് രൂപീകരിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വനിതാ വിംഗിന്റെ രൂപീകരണ സമ്മേളനം കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഓപ്പറേഷൻ തൂഫാനിൽ 3 ഇടങ്ങളിൽ നിന്ന് പിടികൂടിയത് 44 ഗ്രാം MDMA. 3 പേർ പിടിയിൽ. ബദിയടുക്ക, കുമ്പള, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായാണ് വൻ രാസലഹരി ശേഖരവുമായി 3 പേരെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ ലഹരി മാഫിയക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ ബദിയടുക്ക, കുമ്പള, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി വൻ മയക്കുമരുന്ന് ശേഖരവുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരേ ദിവസം തന്നെ നടത്തിയ റെയ്ഡിലാണ് വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ഇന്ന് നടത്തിയ 3 റെയ്ഡുകളിലായി ആകെ 44.06 ഗ്രാം MDMAയും ലഹരി വിൽപ്പന നടത്തിയതിന് ലഭിച്ച പണവും വാഹനങ്ങളും ഡിജിറ്റൽ ത്രാസുകളും പോലീസ് പിടിച്ചെടുത്തു. ഇന്ന് പുലർച്ചെ ബദിയടുക്ക സബ് ഇൻസ്പെക്ടർ രൂപേഷ് ടിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ റെയ്ഡ് നടന്നത്. ബദിയടുക്ക മുള്ളേരിയ റോഡിലെ എമിറേറ്റ്സ് കാർ വാഷ് സ്ഥാപനത്തിന് സമീപം ബൈക്കിൽ നിൽക്കുകയായിരുന്ന പുത്തികെ എടനാട് സ്വദേശിയായ മുഹമ്മദ് ഹനീഫ A എന്ന കാക്ക ഹനീഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസും പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ പ്രതിയുടെ പോക്കറ്റിൽ മാരക രാസലഹരിയായ 28.99 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 29,500 രൂപയും കടത്താൻ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളും മൊബൈൽ ഫോണും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെ 3:35 കുമ്പള പോലീസ് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എടനാട് ഗ്രാമത്തിലെ സീതാങ്കോളി ഉളിയത്തെടുക്ക റോഡിലുള്ള കണ്ണൂർ സ്ക്വയർ കെട്ടിടത്തിന്റെ 2ാം നിലയിലെ മുറിയിൽ നടത്തിയ റെയ്ഡിലാണ് കാസർഗോഡ് അങ്കടിമുഗർ മുഗു റോഡ് ഉറുമിയിലെ റഫീഖ് മൻസിലിൽ താമസിക്കുന്ന ഷബീർ അലി പിടിയിലായത്. ഇയാൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 11.97 ഗ്രാം MDMA കുമ്പള പോലീസ് പിടികൂടി. ഇന്ന് രാവിലെയാണ് 3ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പള്ളിക്കര കല്ലിങ്കൽ സ്വദേശിയും ഇപ്പോൾ പനയാൽ മൗവലിലെ ഇസ്മായിൽ ഹാജി ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ ഷാഹുൽ ഹമീദ് K ആണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ സബ് ഇൻസ്പെക്ടർ അഖിൽ സെബാസ്റ്റ്യനും സംഘവും രാവിലെ 9:05 ഇവിടെ പരിശോധന നടത്തിയത്. കിടപ്പുമുറിയിലെ അലമാരയിൽ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് കണ്ടെത്തി. ഇത് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിലാക്കിയ നിലയിൽ 3.1 ഗ്രാം MDMAയും ഒരു പൊട്ടിയ ഗ്ലാസ് ട്യൂബും കണ്ടെടുത്തത്. കൂടാതെ മയക്കുമരുന്ന് തൂക്കി വിൽക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഡിജിറ്റൽ ത്രാസും പാക്ക് ചെയ്യാനുള്ള 50ഓളം ചെറിയ പ്ലാസ്റ്റിക് കവറുകളും ഇവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റിലായ പ്രതികൾക്ക് ലഹരിമരുന്ന് എത്തിച്ചു നൽകുന്ന അന്തർ സംസ്ഥാന ലഹരി ശൃംഖലയെക്കുറിച്ചും ഇതിന്റെ പ്രധാന ഉറവിടങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 44 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും 49 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗമില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. തീരദേശ മേഖലയിൽ വറുതി കൂട്ടി ചൊവ്വ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങും. ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ മീൻ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം 2 മാസത്തോളമായി ജില്ലയിൽ പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖല ഇതോടെ കൂടുതൽ ദുരിതത്തിലാകും. ഇത്രയും കാലം ബോട്ടുകൾ കടലിൽ പോകുന്നതല്ലാതെ കാര്യമായ മത്സ്യമൊന്നും ലഭിക്കാതെ നിരാശയിലാണ് തൊഴിലാളികൾ മടങ്ങിയിരുന്നത്. ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം കൂടിയാകുമ്പോൾ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. ഈ കാലത്ത് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അപര്യാപ്തമാണ്. കൂടാതെ മറ്റു ചെലവുകൾക്ക് എന്തു ചെയ്യണമെന്ന ചോദ്യവും തൊഴിലാളികൾ ഉയർത്തുന്നു. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്കും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് നിരോധനം. ജില്ലയിൽ 100-ലധികം മീൻപിടുത്ത ബോട്ടുകളും 45ഓളം ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളും മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. മടക്കര, കസബ, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും ഏതാനും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത്. 100 കണക്കിന് തൊഴിലാളികൾക്ക് പുറമെ ഈ മേഖലയിൽ 1000-കണക്കിന് അനുബന്ധ തൊഴിലാളികളും രംഗത്തുണ്ട്. 52 ദിന ട്രോളിംഗ് നിരോധന കാലയളവ് ഇത്രയും തൊഴിലാളികൾക്ക് വലിയ ദുരിതമായിരിക്കും നൽകുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ കുമ്പളയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. കഞ്ചിക്കട്ടയിലെ സുരേഷിന്റെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. ആർക്കും പരിക്കില്ല. ഏഴാമത് കാസർഗോഡ് ജില്ലാ ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ എല്ലാവരും ഇങ്ങനെ പറയുക അവർ ജീവിക്കുന്ന കാലമാണ് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന സ്വർണമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭൂമിയുടെ ഡോക്യുമെൻ്റോ അല്ല, മറിച്ച് നിങ്ങളുടെ തലയിലുള്ള വിജ്ഞാനം മാത്രം. ഈ വിജ്ഞാനത്തിൻ്റെ സമ്പത്ത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരാകുന്നതും തുടരുന്നതും. ഇയോൺ മസ്കിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് സ്വർണ്ണമൊന്നും കൊടുത്തിട്ടില്ല, മറിച്ച് അദ്ദേഹം ആർജിച്ച വിജ്ഞാനം കൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികനായത്. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ശിവശങ്കരൻ കെ അധ്യക്ഷത വഹിച്ചു. NCT രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. സംഘചാലക് കെ ദാമോദരൻ, ആർക്കിടെക്ട്, സംസ്ഥാന സെക്രട്ടറി R രാധാകൃഷ്ണൻ, വിദ്യാലയ സമിതി പ്രസിഡന്റ് സജീഷ് ചീമേനി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി P ഗണേശൻ ഗ്രൂപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി ജയകുമാർ M സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി അംബിക അരവിന്ദ് നന്ദിയും പറഞ്ഞു. ജില്ലയിലെ 18 വിദ്യാലയങ്ങളിൽ നിന്നായി അധ്യാപകരും അനധ്യാപകരും സമിതി പ്രവർത്തകരുമായി 300ഓളം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സർക്കാർ നടത്തുന്ന ലഹരി വിരുദ്ധ പദ്ധതി തൂഫാൻ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന ആവശ്യം. കേരള യോഗി സർവീസ് സൊസൈറ്റി 26ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്നു. കേരള സർക്കാർ നടത്തുന്ന ലഹരി വിരുദ്ധ പദ്ധതി തുഫാൻ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനും നീലേശ്വരം, മാവുങ്കാൽ എന്നിവിടങ്ങളിലെ ദേശീയപാതകളിൽ ആകാശപാത നിർമ്മിക്കണമെന്നും സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യോഗി സർവീസ് സൊസൈറ്റി 26ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷ്യത്തോടുകൂടി പഴയകാലത്തെ നമ്മുടെ സമുദായ സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും അവരുടെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന സംഘടനകളായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ
ഒരു സംഘടന എന്ന് പറയുമ്പോൾ സമുദായ സംഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടേറെ സമുദായ സംഘടനകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ സംഘടനയിലുള്ള സമുദായത്തിലുള്ള ആളുകളെ കാണുന്നതിനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നമുക്ക് എങ്ങനെ ഇടപെടാം, അതുപോലെ ഓരോ സമുദായത്തിനും ഓരോ സംവരണ ആനുകൂല്യങ്ങളുണ്ട്, അതൊക്കെ എങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്നും അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിലുള്ള ആളുകളുടെ കുട്ടികൾക്ക് അതിനുള്ള സ്കോളർഷിപ്പ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനുമാണ് ഈ സംഘടന മുന്നിട്ട് വന്നിട്ടുള്ളതെന്ന് ഇവിടെ സൂചിപ്പിച്ചു. 2 വർഷത്തിലൊരിക്കൽ കൂടുന്ന സമ്മേളനമാണ്. ആ 2 വർഷക്കാലം നമ്മുടെ സമുദായ സംഘടന ഏറ്റെടുത്ത് നടത്തിയ അല്ലെങ്കിൽ സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇനി എന്തൊക്കെ പോരായ്മകളുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇതിൽ നിർദ്ദേശങ്ങൾ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പുതിയ ഒരു ഭാരവാഹികളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു. സമുദായ ജനപ്രതിനിധികളായ അഴീക്കോട് പഞ്ചായത്ത് പ്രതിനിധി പി.വി. ഗണേഷ് ബാബു, പിലിക്കോട് പഞ്ചായത്ത് പ്രതിനിധി സി.എം. കുമാരൻ, നീലേശ്വരം നഗരസഭാ പ്രതിനിധി പി.എം. സന്ധ്യ, കാഞ്ഞങ്ങാട് നഗരസഭാ പ്രതിനിധി കെ.എം. മിനിമോൾ, അജാനൂർ പഞ്ചായത്ത് പ്രതിനിധി അർജുൻ യോഗി എന്നിവരെ സംസ്ഥാന രക്ഷാധികാരി പി.വി. ബാലചന്ദ്രൻ ഗുരുക്കൾ ആദരിച്ചു. വിനീഷ് സുകുമാരൻ, പി.എം. വേണു ഗുരുക്കൾ, പി.എം. രാജൻ, അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ, പി. ദാമോദര പണിക്കർ, എം.എം. ജനാർദ്ദനൻ, വി.എം. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി എം.എം. ജനാർദ്ദനൻ സ്വാഗതവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി.വൈ. കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ വനിതാ വിങ് രൂപീകരിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വനിതാ വിങ്ങിന്റെ രൂപീകരണ സമ്മേളനം കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ വനിതാ വിംഗ് രൂപീകരിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വനിതാ വിംഗിന്റെ രൂപീകരണ സമ്മേളനം കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഏത് മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ദേശീയ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് ഇവിടെ 1-2 കാര്യങ്ങൾ ചെയ്ത് ഈ ആധാറുമായി ബന്ധപ്പെട്ടും അതുപോലെ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെയും ഒക്കെ വിഷയത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇതുപോലെ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ ബന്ധപ്പെട്ടപ്പോൾ പറയുന്ന വിഷയം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിൽ ഏത് തരത്തിൽ ഇടപെടാൻ പറ്റും എന്ന് തീർച്ചയായും ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞ ആ കാര്യത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള ഞാൻ ഇടപെടുന്നത് ഇത് തയ്യാറാക്കി തന്നാൽ ഞാൻ എങ്ങനെ ചോദ്യമായോ അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ഇതായി നിയമസഭയിലോ അല്ലെങ്കിൽ നിയമസഭയിൽ ചോദ്യം എങ്ങനെ പറ്റുന്ന നിലയിൽ ഇടപെടാം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് എന്തായാലും ന്യായമായി നിങ്ങൾക്ക് കൂടി അർഹമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടണം. മേഖലയിലെ വനിതാ ജീവനക്കാരുടെയും സംരംഭകരുടെയും കൂട്ടായ്മയ്ക്കും അവകാശ സംരക്ഷണത്തിനും പുതിയ വനിതാ വിംഗ് കരുത്തുപകരുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ വെച്ച് വനിതാ വിംഗിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഒ ചിത്രലേഖയെയും ജനറൽ സെക്രട്ടറിയായി സതി അശോകിനെയും ട്രഷററായി രേഷ്മ ജയരാജനെയും വൈസ് പ്രസിഡന്റുമാരായി സവിത VK, സന S എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ശ്രീദിവ്യ പരപ്പയെയും ആഷിഫ KKയെയും തെരഞ്ഞെടുത്തു. IDPWA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വർഗീസ് ചിറ്റാരിക്കാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ദിനേശൻ മൂലക്കണ്ടം, ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ CM, ട്രഷറർ അബ്ദുൾ ജലീൽ MB, പുഷ്പരാജ് AC, ഇന്ദുമതി, സുകന്യ, സരിത എന്നിവരും വിവിധ മേഖലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാനേ കഴിയുന്നില്ല.
പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവിനെതിരെയും വിലക്കയറ്റം തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ സമരം ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ ദാസ്യ നയങ്ങളാണ് ഈ മോഡി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ വിലവർദ്ധന ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഓർമ്മിക്കും, പെട്രോളിന്റെയും ഡീസലിന്റെയും എല്ലാം വില നിയന്ത്രിക്കാനുള്ള അധികാരം നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനാണ് ഉണ്ടായിരുന്നത്, കമ്പനികൾക്കല്ല. രാജ്യം സ്വാതന്ത്ര്യം നേടിയ കാലം തൊട്ട് രാജ്യത്ത് സ്വീകരിച്ച നയങ്ങളുടെ ഭാഗമായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് ഉണ്ടായിരുന്നത്. 2013 അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ്, കോൺഗ്രസിന്റെ UPA ഗവൺമെന്റ് പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഉപേക്ഷിച്ചത്. അത് കമ്പനികൾക്ക് വിട്ടുകൊടുത്തു. കമ്പോളത്തിലെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് കൊടുത്തു. അന്ന് നരേന്ദ്രമോദി സർക്കാർ അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ CITU അതിനെതിരെ പ്രതിഷേധിച്ചു. അന്ന് സമാനമായ നിലയിൽ പ്രതിഷേധമുയർത്തിയ രാജ്യത്തെ പ്രതിപക്ഷമായിരുന്നു BJP. ഈ കാസർഗോഡ് നഗരത്തിൽ അന്ന് കേരളത്തിലെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിരുന്ന V. മുരളീധരന്റെ നേതൃത്വത്തിലാണ് അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ പെട്രോൾ വില നിയന്ത്രിക്കാനുള്ള അധികാരം എടുത്തു കളഞ്ഞ നടപടിക്കെതിരായിട്ട് സമരം സംഘടിപ്പിച്ചത്. A. നാരായണൻ അധ്യക്ഷത വഹിച്ചു. K. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. P. ജാനകി, അബ്ദുൾ റഹ്മാൻ, ധന്യവാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാവുങ്കാലിലും അജാനൂരിലും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച CPM നേതാവ് MK കൃഷ്ണന്റെ 13ാം ചരമവാർഷികം ആചരിച്ചു. യോഗം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാലിലും അജാനൂരിലും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച CPIM നേതാവ് MK കൃഷ്ണന്റെ 13ാം ചരമവാർഷികത്തിൽ അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റി അനുസ്മരണ പൊതുയോഗം നടത്തി. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കിട്ടിയ ജോലി രാജിവെച്ച് എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഈ കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും കേരളത്തിന് പുറത്തും പ്രവർത്തിക്കുന്ന സഹകളേറെയാണ്. ഏത് ജോലിയും കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പറയാലോ, കർഷക പ്രസ്ഥാനത്തിലൂടെ വന്ന ഇപ്പൊ കർഷക സംഘത്തിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ബിജു കൃഷ്ണൻ വലിയ ബുദ്ധിജീവിയാണ്. ഏത് ജോലിയും കിട്ടും. അങ്ങനെ എത്ര ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ജോലിയല്ല വലുത്, ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കണം. മുമ്പിൽ കാണുന്ന അനീതികളെ ചെറുക്കണം. അതിനാണ് എന്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചത്. MV രാഘവൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം V. ഗിനീഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M. സുനിൽ, MR ദിനേശൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി K. വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി.
പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. തൃക്കരിപ്പൂർ ടൗണിനടുത്ത് വടക്കേക്കോവലിൽ മണൽ നിറച്ചെത്തിയ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ വീടിന്റെ മതിൽ തകർത്ത് ഇടിച്ചുകയറി മറിഞ്ഞു. വ്യാപാരി വടക്കേക്കോവലിലെ CK സെയ്തു ഹാജിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ പിറകിലിടിച്ച ടിപ്പർ ലോറി ഗേറ്റും 2 ഭാഗത്തെ മതിലുകളും തകർക്കുകയായിരുന്നു. മണ്ണ് നിറച്ച് തൃക്കരിപ്പൂർ ടൗൺ ഭാഗത്ത് നിന്ന് വടക്കേക്കോവൽ വഴി നടക്കാവ് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ടിപ്പർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത്. അപകട സമയത്ത് പാതയോരത്തും വീടിന്റെ പരിസരത്തും ആളുകൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തമാണ് ഒഴിവായത്. ഓടിക്കൊണ്ടിരുന്നതിനിടെ ടിപ്പർ ലോറിയുടെ മുൻവശത്തെ ടയർ പൊട്ടി ഓവുചാലിന് മുകളിലൂടെ നിയന്ത്രണം വിട്ട് വീട്ടുമതിലും ഗേറ്റും തകർത്ത് മറിയുകയായിരുന്നു. അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ചന്തേര പോലീസ് സ്ഥലത്തെത്തി. ഞായറാഴ്ചയായിരുന്നു അപകടം നടന്നത്. ജനവാസ മേഖലയിലൂടെയുള്ള ടിപ്പർ ലോറികളുടെ അമിത വേഗത വലിയ അപകട ഭീഷണി ഉയർത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രണയകാവൽ, സ്നേഹോപനിഷത്ത് എന്നീ ചെറുകഥാ സമാഹാരത്തിനു ശേഷം അമ്പലത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശാലിനി വിനോദിന്റെ 3ാമത്തെ ചെറുകഥാ സമാഹാരം ഹൃദയമഴ പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രണയകാവൽ, സ്നേഹോപനിഷത്ത് എന്നീ ചെറുകഥാ സമാഹാരത്തിന് ശേഷം അമ്പലത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശാലിനി വിനോദിന്റെ 3ാമത്തെ ചെറുകഥാ സമാഹാരം ഹൃദയമഴ പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുസ്തകം എഴുതുക എന്നതല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ഈ നാടിന് ചെയ്യാൻ കഴിയുന്നത്, അവർക്ക് ഈ നാടിനോട് പറയാൻ കഴിയുന്നത്, വരുന്ന തലമുറയ്ക്ക് മാതൃകയാകാൻ കഴിയുന്ന നിലയിലേക്കുള്ള ചില വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നത് എന്നതെല്ലാം തങ്ങളുടെ എഴുത്തിലൂടെ സാഹിത്യകാരന്മാർ നമുക്ക് വഴികാട്ടികളാണ്. നമ്മുടെ നാടിന്റെ ഇന്നത്തെ മാറ്റത്തിന് സാഹിത്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളെല്ലാം നൽകിയ സംഭാവനകളെല്ലാം നാടിന്റെ എഴുത്തുകാരിയാവാൻ ശാലിനി ടീച്ചർക്ക് കഴിയട്ടെ എന്നും നന്മയിലേക്ക് നയിക്കുന്ന എഴുത്തുകാരിയാണ് ശാലിനി വിനോദ് എന്നും ഉദ്ഘാടകൻ VV രമേശൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡാൻജോ തോമസ് ഏറ്റുവാങ്ങി. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ പുസ്തക പരിചയം നടത്തി. മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മതല വികാരങ്ങളെ ഹൃദയസ്പർശിയായി പ്രതിപാദിക്കുന്ന 15 കഥകളാണ് ഹൃദയമഴയിലുള്ളത്. ജീവിതത്തിൽ ഓരോ മനുഷ്യനും മൂല്യങ്ങളെ മുറുകെ പിടിക്കണമെന്ന ബോധ്യപ്പെടുത്തലാണ് ലളിതമായ ഭാഷയിൽ ഹൃദയമഴ വരച്ചുകാട്ടുന്നത്. എഴുത്തുകാരി ശാലിനി വിനോദ് മറുപടി ഭാഷണം നടത്തി. വേണു പള്ളയിൽ സ്വാഗതം പറഞ്ഞു. M കുഞ്ഞമ്പു പൊതുവാൾ, M ഗോപാലൻ,
കെ വി മണികണ്ഠദാസ്, രവീന്ദ്രൻ രാവണേശ്വരം, വി വി അനിത, പി ചന്ദ്രിക, കെ വി മനോജ്, വി നാരായണൻ നായർ, വി ബാലൻ, ടി പത്മനാഭൻ നായർ, സന്തോഷ് കുമാർ, പി വി മനൂപ്, പി വി സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യോഗാസന ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. യോഗാസന കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. 7ാമത് കാസർഗോഡ് ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. യോഗാസന കാസർഗോഡ് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. പരിപാടി ചിന്മയ മിഷൻ പ്രസിഡന്റ് സ്വാമി വിവിക്താനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യോഗ എന്ന ശബ്ദം അതിനൊരർത്ഥമുണ്ട്. യുജ്യതേ അനേന ഇതി യോഗഃ. യുജ്യതേ അനേന ഇതി യോഗഃ. ഏതൊന്നിനോടോ നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ്. അത് യോഗശാസ്ത്രത്തിൽ പറഞ്ഞാൽ ജീവാത്മാവിനെ ഈശ്വരനോട് കൂട്ടിച്ചേർക്കും. ഈശ്വരനുമായിട്ടുള്ള ചേർച്ച. വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞാൽ ജീവാത്മ പരമാത്മയോഹോ ഐക്യം. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ചേരുന്നെല്ലാം ചേർച്ചയാണ്. അപ്പം നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാശക്തിയെ തെളിച്ചു കൊണ്ടുവന്ന് അതിനോടുള്ള സംയോജനം, അതിനോടുള്ള ചേർച്ച. നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ശരീര മനോബുദ്ധികളാണെന്നുള്ള ആ തെറ്റായിട്ടുള്ള ധാരണ മാറ്റി ശരീരത്തിനപ്പുറം, മനസ്സിനപ്പുറം, നമ്മുടെ ബുദ്ധിക്കപ്പുറം ഒരു മഹാശക്തി ഈ ശരീര മനോബുദ്ധികളെ ക്ഷമതയുള്ളതാക്കി തീർക്കുന്നു, അതിനെ ശാക്തീകരിക്കുന്നു, അതിനെന്താ ജീവന്റെ തുടിപ്പ് നൽകുന്നു, അതിനെ പ്രവർത്തനക്ഷമമാക്കുന്നു. യോഗാസന കായികരംഗത്തിന്റെ വളർച്ചയ്ക്കും യുവതലമുറയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരം മത്സരങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള രവിശങ്കർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ശംഭു നമ്പൂതിരി, അനിൽകുമാർ എന്നിവരെ ആദരിച്ചു. സി ചന്ദ്രൻ, ഡോക്ടർ ശിവരായ ഭട്ട് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് തേജകുമാരി സ്വാഗതവും പി അനിൽകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ പ്രായവിഭാഗങ്ങളിലെ മത്സരങ്ങൾ ആരംഭിച്ചു. പരമ്പരാഗത, ആർട്ടിസ്റ്റിക്, റിത്മിക് തുടങ്ങിയ ഇനങ്ങളിലായി മത്സരാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. സംസ്ഥാന ദേശീയതല മത്സരങ്ങൾക്ക് യോഗ്യരായ താരങ്ങളെ കണ്ടെത്തുന്നതിനും ജില്ലയിൽ യോഗാസന കായികരംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് രക്തദാനം ചെയ്ത ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ഗിനീഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി രക്തദാന ക്യാമ്പ് നടത്തി. ബ്ലോക്ക് പരിധിയിലെ നിരവധി അംഗങ്ങൾ പങ്കെടുത്ത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് രക്തദാനം ചെയ്ത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ഗിനീഷ് ഉദ്ഘാടനം ചെയ്തു. ജൂൺ മാസം 20-21 തീയതികളിൽ വേടകം കടുപ്പിൽ വെച്ച് നടക്കുകയാണ്. അതിന് മുന്നോടിയായി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ അനുബന്ധ പരിപാടികളായി നടത്തപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി ഇന്നിവിടെ ഈ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ ബ്ലഡ് ബാങ്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രക്തദാന ക്യാമ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐ സമരസംഘടനാ പ്രവർത്തനം എന്നതോടൊപ്പം തന്നെ ഏറ്റവും മാതൃകാപരമായി ജീവകാരുണ്യ മേഖലയിൽ ഇടപെടുന്ന സംഘടനയും കൂടിയാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും രോഗികൾക്ക് ആവശ്യമായ ഘട്ടത്തിലൊക്കെ രക്തം ദാനം ചെയ്യുന്നതിനു വേണ്ടിയും സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘടനയാണ് ഡിവൈഎഫ്ഐ. ആ നിലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡിവൈഎഫ്ഐയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഐ ഡൊണേറ്റിന്റെ ഭാഗമായി നമ്മൾ പ്രാദേശികമായ ക്യാമ്പുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചു വരികയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് യതീഷ് വാരിക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഹരിത നാലപ്പാടം, ബ്ലോക്ക് ട്രഷറർ ദീപുരാജ് രാവണേശ്വരം, ഐ ഡൊണേറ്റ് ബ്ലോക്ക് കോർഡിനേറ്റർ വിശ്വൻ കോവൽ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സുജിത് മോനാച്ച സ്വാഗതം പറഞ്ഞു. ഈ മാസം 20-21 തീയതികളിൽ പടുപ്പിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊതുനന്മ പ്രവർത്തനങ്ങൾക്കും മാനസിക ഉല്ലാസത്തിനുമായി ഒത്തുചേർന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സീനിയർ ചേംബറിന്റെ കാഞ്ഞങ്ങാട്
ലിജിയൻ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു. ഹോസ്ദുർഗ് ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങ് നാഷണൽ പ്രസിഡന്റ് എം വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പൊതുനന്മ പ്രവർത്തനങ്ങൾക്കും മാനസിക ഉല്ലാസത്തിനുമായി ഒത്തുചേർന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സീനിയർ ചേംബറിന്റെ കാഞ്ഞങ്ങാട് ലീജിയൻ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങ് നാഷണൽ പ്രസിഡന്റ് എം വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. When I announced this program in the first national SCI government meeting, I was worried or I was afraid whether it will happen in our place. But believe me, friends, we started the year April 1st. Now, as on 10 legions is doing this project, or whatever is going to do this project, that is in Anganwadis and the rainwater harvesting. So I request Kanyaga Legion also to focus on the major project of Senior Chamber for the rainwater harvesting. And this year, my dear friends, we are going to introduce one more new unique project like family benefit scheme. I think Lions is already doing the family benefit scheme. This year, we are also planning to do it. More details will come to you. And the recognition, till last year, it was a point system recognition. This year, we may delete all the point system. 2026-27 വർഷത്തെ ഭാരവാഹികളായി HK കൃഷ്ണമൂർത്തി, HP നവീൻ കുമാർ, KV ദിനേശൻ എന്നിവരും മറ്റ് ഉപഭാരവാഹികളും ചുമതലയേറ്റു. ചടങ്ങിൽ HK കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി HP നവീൻ കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യാതിഥിയായ നാഷണൽ വൈസ് പ്രസിഡന്റ് K നാരായണൻ നായർ പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണം നടത്തി. നിത്യവും ഗതാഗത പ്രയാസം അനുഭവിക്കുന്ന കാഞ്ഞങ്ങാട് നഗരത്തിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും നീലേശ്വരം കാഞ്ഞങ്ങാട് ആകാശപാതയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും ദേശീയപാത വികസനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട ടൈറ്റസ് തോമസ്, K ഗോപി, HV നവീൻ കുമാർ, NR പ്രശാന്ത്, N അനിൽകുമാർ, PV രാജേഷ്, K ബാലകൃഷ്ണൻ നായർ, HK കൃഷ്ണമൂർത്തി, M ശ്രീകണ്ഠൻ, സീനിയർ ചേംബർ ഉയർന്ന സ്ഥാനം ഏറ്റെടുത്ത KV ബാബുരാജ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കാഞ്ഞങ്ങാട് ലീജിയൻ സ്ഥാപക പ്രസിഡന്റ് K ഗോപി, മുൻ പ്രസിഡന്റുമാരായ K ബാലകൃഷ്ണൻ നായർ, N അനിൽകുമാർ, KV ബാബുരാജ്, V ബാബു നായർ എന്നിവർ സംസാരിച്ചു. NR പ്രശാന്ത് സ്വാഗതവും ട്രഷറർ KV ദിനേശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നല്ല ചായ നല്ല തുടക്കം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന അഡ്മിറ്റായ രോഗികൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കുള്ള പ്രഭാത ഭക്ഷണം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. നല്ല ചായ നല്ല തുടക്കം എന്ന സന്ദേശവുമായി സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. എല്ലാ ദിവസവും രാവിലെ 7:30 മണിക്കാണ് വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുന്നത്. ജില്ലാ ആശുപത്രി അധികൃതരുടെ കൃത്യമായ മേൽനോട്ടത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീ സംരംഭമാണ് ഭക്ഷണ വിതരണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഭക്ഷണ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ നല്ല ചായ നല്ല തുടക്കം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ജനപ്രതിനിധികളെ, രോഗികളും കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, ഒരു മനുഷ്യപ്പറ്റുള്ള പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്കും രാത്രിയും സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രഭാത ഭക്ഷണത്തിന് ആ നിലയിലുള്ള സൗകര്യമില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത രോഗികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരമൊരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K കൃഷ്ണൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റീന തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K സബീഷ്, ഡോക്ടർ സെറീന സലാം, TV രാധിക, ജില്ലാ ആശുപത്രി RMO ഡോക്ടർ B ഷഹർബാന, നഴ്സിംഗ് സൂപ്രണ്ട് C ലളിതാംബിക എന്നിവർ സംസാരിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MP ജീജ സ്വാഗതവും
പി പ്രിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. 17ാം നൂറ്റാണ്ടിലെ നവോത്ഥാന കാവ്യഗുരു കൂർമൽ എഴുത്തച്ഛന്റെ പേരിൽ സാംസ്കാരിക പ്രവർത്തകർ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പഠന ഗവേഷണ കേന്ദ്രത്തിന് രൂപം നൽകി. യോഗത്തിൽ പൗരപ്രമുഖർ, ജനപ്രതിനിധികൾ, കവികൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. 17ാം നൂറ്റാണ്ടിലെ നവോത്ഥാന കാവ്യഗുരു കൂർമൽ എഴുത്തച്ഛന്റെ പേരിൽ സാംസ്കാരിക പ്രവർത്തകർ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പഠന ഗവേഷണ കേന്ദ്രത്തിന് രൂപം നൽകി. അതിഥി മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത് സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ച വിപുലമായ യോഗത്തിൽ പൗരപ്രമുഖർ, ജനപ്രതിനിധികൾ, കവികൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ഏറെക്കാലത്തെ തന്റെ വലിയ സ്വപ്നമാണ് കൂർമലെഴുത്തച്ഛൻ സ്മാരക സമുച്ചയവും അദ്ദേഹത്തിന്റെ ഒരു പ്രതിമാ നിർമ്മാണവുമെന്ന് അരവിന്ദൻ മാണിക്കോത്ത് പറഞ്ഞു. ആരായിരുന്നു കൂർമലെഴുത്തച്ഛനെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കും തിരിച്ചറിയാനുള്ള ഒരേ ഒരു ശ്ലോകം അല്ലെങ്കിൽ തോറ്റമ്പാട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ കുട്ടികൾക്ക് പറഞ്ഞു. ഇന്ന് ഗുരുവിന് എത്രയോ കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ നവോത്ഥാനത്തിൽ പുറത്ത് കുറിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം കൂർമലെഴുത്തച്ഛൻ ചെറിയൊരു എഴുത്തച്ഛനായിരുന്ന എഴുത്തച്ഛൻ മാത്രമായിട്ടില്ല, അദ്ദേഹം ധീരനായൊരു പടയാളിയും നവോത്ഥാന നായകനും ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കൂർമലെഴുത്തച്ഛൻ നമുക്ക് വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള, അതായത് ഉച്ചനീതിത്വങ്ങളും ജാതീയതയും കത്തിൽ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നായർ തറവാട്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ അന്നത്തെ പ്രഭുക്കന്മാർക്കെതിരെ ഒരു തോറ്റമ്പാട്ടിലൂടെ പ്രതികരിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് സൂചിപ്പിക്കും. ഞാൻ എന്തുകൊണ്ട് കൂർമലെഴുത്തച്ഛനെ നമ്മുടെ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഒരു സ്മാരകം കാഞ്ഞങ്ങാട്ട് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഒരു കൂട്ടായി ആലോചിച്ച് ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ലാ വിളംബരത്തിന്റെ 110ാം വർഷത്തിൽ ഇങ്ങനെയൊരു കൂട്ടായ്മ ഉണ്ടായത് വലിയൊരു പ്രചോദനമെന്ന് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. ഇത്തരം സ്മാരക നിർമ്മാണ കൂട്ടായ്മകൾ കാലത്തിന്റെ അനിവാര്യതയെന്നും അദ്ദേഹം പറഞ്ഞു. കൂർമലെഴുത്തച്ഛൻ ജീവിച്ച പ്രദേശത്ത് ഒരുപാട് മറ്റ് സാധാരണ സവർണ, അവർണ എന്ന് പറയുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടായിരുന്നു. ആ കുട്ടികളെ കൂടി വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടിയുള്ള
പരിശ്രമത്തിനെതിരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാതീയമായ ഉച്ചനീതത്വത്തിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അതിനെ തുടർന്നായിരിക്കാം ഇങ്ങനെ ഒരു ഒറ്റപ്പാട്ട് എഴുതിയിട്ടുണ്ടാവുക എന്നാണ് ആ ചരിത്ര പുസ്തകത്തിൽ പറയുന്നത്. അതിന് ഒരുപാട് ആ നിലയിൽ വരാനാണ് ഇതിനും പ്രധാനമായും അടിസ്ഥാനം എന്ന് പറയുന്നത് അതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. വടക്കേ മലബാറിലെ പ്രതികരിക്കുന്ന വിപ്ലവകാരിയെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പ്രസക്തമെന്ന് നഗരസഭാ ചെയർമാൻ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. സാംസ്കാരിക രംഗത്ത് സംഭാവന നൽകിയ പ്രത്യേകിച്ച് നവോത്ഥാന നായകൻ ഉൾപ്പെടെയുള്ളവരെ ഇനി വരുന്ന തലമുറ കൃത്യമായി അവരെ പഠിക്കാൻ എന്നും ഓർക്കാൻ മനസ്സിൽ മായാതെ മാങ്ങാതെ അവരുടെ പ്രവൃത്തികൾ പുതിയ തലമുറ പകർന്നു നൽകാൻ കഴിയത്തക്ക നിലയിലേക്കുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനമാണ്. തുഞ്ചൻ പറമ്പിലേതിന് സമാനമായ ഒരു സ്മാരകം കൂർമ്മലഴുത്തച്ഛന്റെ നാമധേയത്തിൽ വേണമെന്ന് പ്രൊഫസർ സി ബാലൻ പറഞ്ഞു. അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ, പ്രൊഫസർ ഖാദർ മാങ്ങാട്, കൂർമ്മൽ തറവാട് സെക്രട്ടറി രാജഗോപാലൻ നായർ, എൻ വി പവിത്രൻ, ചന്ദ്രൻ ഞാണിക്കടവ്, പല്ലവ നാരായണൻ, എം രാഘവൻ, ഡോക്ടർ ആനന്ദകൃഷ്ണൻ എടച്ചേരി, എ കെ നാരായണൻ ബഡൂർ, അനീഷ് വെങ്ങാട്ട്, സുനിൽ എളേരി, ബിനു വേലേശ്വരം, കുന്നത്ത് നാരായണൻ, ടി കെ പ്രഭാകരൻ, മനോജ് പട്ടോളി തുടങ്ങി നിരവധി കവികളും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. സന്തോഷ് ഒഴിഞ്ഞവളപ്പ് നന്ദി പറഞ്ഞു. കൂർമ്മലെഴുത്തച്ഛൻ സാംസ്കാരിക പഠന കേന്ദ്രം രക്ഷാധികാരികളായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AV തുളസി, നഗരസഭാ ചെയർമാൻ VV രമേശൻ, പ്രൊഫസർ ഖാദർ മാങ്ങാട് എന്നിവരെയും പ്രസിഡന്റായി അരവിന്ദൻ മാണിക്കോത്ത്, വൈസ് പ്രസിഡന്റായി K വിജയകുമാർ, ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സന്തോഷ് ഒഴിഞ്ഞവളപ്പ്, ജോയിന്റ് സെക്രട്ടറിയായി ചന്ദ്രൻ ഞാണിക്കടവ്, ട്രഷററായി ശംസുദ്ദീൻ പാലക്കി, ഉപദേശക സമിതി അംഗങ്ങളായി അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ, പല്ലവ നാരായണൻ, എൻ വി പവിത്രൻ, എം വി രാഘവൻ, എം രാഘവൻ, കെ പ്രഭാകര പണിക്കർ എന്നിവരെയും വൈസ് പ്രസിഡന്റായി വിജയകുമാർ കെ, സുനിൽ റെഡ് സ്റ്റാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമ്പത്തിക ഞെരുക്കം ആരോപിച്ച് എല്ലാ സബ്സിഡികളും നിർത്തലാക്കാനുള്ള കേരളത്തിലെ UDF സർക്കാർ നീക്കം ഒഴിവാക്കി. കാർഷിക മേഖലയ്ക്കും ലഭിക്കുന്ന സബ്സിഡി വർദ്ധിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് കേരള കർഷക സംഘം ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. തിരുത്തി നിലമംഗലം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PR ചാക്കോ ഉദ്ഘാടനം ചെയ്തു. സബ്സിഡികൾ ഇല്ലാതാക്കുന്ന UDF നയം തിരുത്തണമെന്ന പ്രമേയം കർഷക സംഘം സമ്മേളനം ഉന്നയിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PR ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ അതിന്റെ ഉത്പാദന ചെലവിന്റെ പകുതി കൂട്ടി ഞങ്ങൾ ഗവൺമെന്റ് എടുക്കും. ഈ ഉത്പാദന ചെലവ് എത്ര വരും ഓരോ കൊല്ലവും ഗവൺമെന്റ് കണക്കുണ്ട്. അത് വെറുതെ പറയുന്നില്ല. ഒരു കിണ്ടൽ അടച്ച് ഉത്പാദിപ്പിക്കാൻ എത്ര ചെലവ് വരും, ഒരു കിണ്ടൽ റബ്ബർ ഉത്പാദിപ്പിക്കാൻ എത്ര ചെലവ് വരും, ഒരു കിണ്ടൽ ഏല ഉത്പാദിപ്പിക്കാൻ എത്ര ചെലവ് വരുമെന്നൊക്കെ ഓരോ കൊല്ലത്തെയും പണിക്കൂലിയുടെ വിലവർദ്ധനയുടെ അടിസ്ഥാനത്തിൽ കണക്കുണ്ട്. ഏരിയ പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MP ബാലകൃഷ്ണൻ, KP വിജയകുമാർ, ഏരിയ സെക്രട്ടറി KV ഗംഗാധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ, സംഘാടക സമിതി ചെയർമാൻ PV കൃഷ്ണൻ, M രാജീവൻ, C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, CT ശ്രീലത, പവിത്രൻ കൊടക്കൽ, KP രാമചന്ദ്രൻ, A രവീന്ദ്രൻ, TV കുഞ്ഞികൃഷ്ണൻ, PV ചന്ദ്രൻ, VV ജാനകി, K രമണി, K രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തീരത്ത് പച്ചപ്പൊരുക്കി ലോക സമുദ്ര ദിനാചരണം. NCC 32 കേരള ബറ്റാലിയൻ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് യൂണിറ്റ് ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസിന്റെയും ജീവനം പദ്ധതി എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു കടലോരം ശുചീകരിച്ചത്. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി NCC 32 കേരള ബറ്റാലിയൻ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് യൂണിറ്റ് ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസിന്റെയും ജീവനം പദ്ധതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൈക്കടപ്പുറം അഴിത്തലയിൽ വിവിധ സമുദ്ര സംരക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചു. അഴിത്തല കടലോരത്തിൽ 100-ലധികം ഭദ്രാക്ഷം കാറ്റാടി വൃക്ഷത്തൈകൾ നട്ടു. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാഡറ്റുകൾ തീരത്ത് നിന്ന് നീക്കം ചെയ്തു. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വളപ്പിലും വൃക്ഷത്തൈകൾ നട്ടു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ PJ വിൽസൺ സ്വാഗതവും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ PV ദിവാകരൻ കടിഞ്ഞുമൂല നന്ദിയും പറഞ്ഞു. നഗരസഭാ കൗൺസിലർ K പ്രകാശൻ, സബ് ഇൻസ്പെക്ടർ M രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ K പ്രവീൺ കുമാർ സമുദ്രതീര ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിൽ ജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. MES മുന്നോട്ട് വെക്കുന്നത് സമതര സിദ്ധാന്തമല്ല, സമഅടുപ്പ സിദ്ധാന്തമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫൈസൽ ഗഫൂർ. EMS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബിഗ്മാളിൽ വെച്ച് നടത്തിയ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MES മുന്നോട്ട് വെക്കുന്നത് സമതര സന്ദേശമല്ല, സമ അടുപ്പ സിദ്ധാന്തമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. MES ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബിഗ്മാളിൽ വെച്ച് നടത്തിയ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ അതേമാതിരി ഞാനുള്ള ശ്രീ രവീന്ദ്രൻ എനിക്കൊരു പുസ്തകം ഞാൻ വളരെ മിനിറ്റ് കൊണ്ട് ഞാൻ മനസ്സിലാക്കി അത് ഒരു പുസ്തകം RSS വിരുദ്ധ പുസ്തകമാണ്, അത് അംബേദ്കർ ആയിട്ടാണ് പുസ്തകം. അല്ലാതെ നിങ്ങൾ പറഞ്ഞു 5 മിനിറ്റ് മാത്രമേ ഞാൻ പുസ്തകം വായിച്ചു. അതിന് ഹെഡിങ് നോക്കിയപ്പോൾ എനിക്ക് ആന്റി ബ്രാഹ്മണിക്കലാണ് എല്ലാം പറയുന്നത്. അതെ അപ്പൊ ഇനിയിപ്പോ MES കുറച്ച് വാക്കുകൾ MES പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അത് നമ്മുടെ ഈ ജേർണലിസ്റ്റ് എന്താണ് ഞാൻ പറയുന്നത്, ഇപ്പൊ ഡൽഹിയിൽ കൊക്രോച്ചുകളൊക്കെ കൊക്രോച്ചുകളിൽ പെട്ടാണെന്ന് പറഞ്ഞത് ഈ ജൻസി. അപ്പൊ ജില്ലാ പ്രസിഡന്റ് C മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മുൻ സംസ്ഥാന ഭാരവാഹി ഡോക്ടർ KP മുഹമ്മദ് കുഞ്ഞിയെ ഡോക്ടർ ഫസൽ ഗഫൂർ ആദരിച്ചു. മുൻ ജില്ലാ നേതാക്കളായ KS അബ്ദുള്ള, MB മൂസ എന്നിവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ട്രോഫികൾ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിനും അൺഎയ്ഡഡ് മേഖലയിൽ കാസർഗോഡ് MP ഇന്റർനാഷണൽ സ്കൂളിനും നൽകി. അസീസ് അക്കരയ്ക്ക് മികച്ച വിദ്യാഭ്യാസ പ്രവർത്തകനുള്ള പുരസ്കാരം നൽകി. MLA മാരായ K നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ ഖാദർ മാങ്ങാട് പ്രബന്ധം അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻമാരായ ഷാഹിന സലീം, മുഹമ്മദ് റാഫി എന്നിവർ SLC+2 ക്ലാസുകളിൽ വിജയിച്ച കുട്ടികൾക്കും സർവകലാശാല റാങ്ക് ജേതാക്കൾക്കും ഉപഹാര സമർപ്പണം നടത്തി. കണ്ണൂർ സർവകലാശാല മുൻ VC ഡോക്ടർ ഖാദർ മാങ്ങാട്, MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ CT സക്കീർ ഹുസൈൻ എന്നിവർ വിദ്യാഭ്യാസ സംബന്ധമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ A ഹമീദ് ഹാജി, കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി, MBM അഷ്റഫ്, PM നാസർ, KC ഇർഷാദ്, മവ്വൽ മുഹമ്മദ് മാമു, BM മുഹമ്മദ് കുഞ്ഞി, BK സാലിം ബേക്കൽ എന്നിവർ സംബന്ധിച്ചു. നേരത്തെ വിദ്യാർത്ഥികളുടെ കരിയർ ഗൈഡൻസ് ക്ലാസിന് നിസാർ പെരുവാട, മുജീബ് പട്ല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് പടിഞ്ഞാറെ വീട് തറവാട്ടിൽ ജനറൽ ബോഡി യോഗവും ആദരിക്കലും അനുമോദനവും നടന്നു. അടോട്ട് പടിഞ്ഞാറെ വീട് തറവാട് ജനറൽ ബോഡി യോഗവും 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന തറവാട്ടംഗങ്ങളെ ആദരിക്കലും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു. തറവാട് പ്രസിഡന്റ് T രാമകൃഷ്ണൻ പെരിയയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. തറവാട് ജനറൽ സെക്രട്ടറി T കമലാക്ഷൻ തറവാടിന്റെ ആവശ്യകതയെക്കുറിച്ചും അംഗങ്ങളുടെ ക്ഷേമത്തിനാവശ്യമായ ഭാവി പരിപാടികളെക്കുറിച്ചും വിശദീകരിച്ചു. ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ തറവാട് എന്നുള്ളതൊക്കെ. തറവാടായാലും പല വിധത്തിലുള്ള നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളായാലും ആ സയൻസിന്റെ, ഇന്നർ സയൻസിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന, ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ലഭിക്കുന്ന അറിവിന്റെ ബാഹ്യതലത്തിൽ എത്രമാത്രം നമുക്ക് അറിവുകൾ ഈ ലോകത്ത് നേടാനുണ്ടോ, അനന്തമായിട്ടുണ്ടോ, അതേപോലെ തന്നെ ആന്തരികമായ അനുഭവങ്ങൾ കൂടി മാത്രമേ നമുക്ക് ഈ അനന്തമായ അറിവിനെ പ്രാപിക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെയൊക്കെ ദൃഷ്ടാന്തങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ സംസ്കാരം രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പല ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തറവാട് വളരെ പ്രധാനമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തറവാടിന്റെ ഭാഗമായിട്ട് മാറണം എന്ന് പറയുന്നത്.
പരിപാടിയിൽ വെച്ച് 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളായ പി വെള്ളച്ചി, കാരിച്ചി കുതിരുമ്മൽ, അമ്മിണി ചിത്താരിക്കടപ്പുറം, കുട്ടിച്ചി മാണിക്കോത്ത്, ചിരുത കുതിരുമ്മൽ എന്നിവരെ പൊന്നാടയണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. LSS, SLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. തറവാട് കാരണവർ കുട്ടിയൻ മാടിക്കാൽ, ടി ഗംഗാധരൻ, ടി ഗോപാലൻ, ഹരീഷ് പെരളം, PK സുനിൽ, ശശി കോട്ടിക്കുളം, ടി മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ജനറൽ ബോഡി യോഗത്തിൽ പുതിയ ഭാരവാഹികളായി ടി രാമകൃഷ്ണൻ പെരിയെ പ്രസിഡന്റായും, ടി മുരളീധരൻ കല്യാൺ റോഡിനെ സെക്രട്ടറിയായും, ടി ഗോപാലൻ പെരളത്തെ ഖജാൻജിയായും, ഭാസ്കരൻ കുതിരുമലിനെ വൈസ് പ്രസിഡന്റായും, കെ വിനയ് കല്യാൺ റോഡിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഓപ്പറേഷൻ തുഫാനിൽ 3 നിന്ന് പിടികൂടിയത് 44 ഗ്രാം MDMA. 3 പേർ പിടിയിൽ. ബദിയടുക്ക, കുമ്പള, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായാണ് വൻ രാസലഹരി ശേഖരവുമായി 3 പേരെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗമില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. കനത്ത മഴയിൽ കുമ്പളയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. കഞ്ചിക്കട്ടയിലെ സുരേഷിന്റെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. ആർക്കും പരിക്കില്ല. 7ാമത് കാസർഗോഡ് ജില്ലാ ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സംഘടിപ്പിച്ചു. കേരള സർക്കാർ നടത്തുന്ന ലഹരിവിരുദ്ധ പദ്ധതി തൂഫാൻ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന ആവശ്യം. കേരള യോഗി സർവീസ് സൊസൈറ്റി 26ാം സംസ്ഥാന പ്രതിനിധി സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടത്തും. ജില്ലാ ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ വനിതാ വിംഗ് രൂപീകരിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വനിതാ വിംഗിന്റെ രൂപീകരണ സമ്മേളനം കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.